ഹായ്, അസ്സാം വലൈക്കും. അപ്പം കുറച്ച് നേരത്തെ മുമ്പ് കാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ അമ്പലവയൽ, അതുപോലെ തന്നെ എടക്കൽ ഗുഹ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മളവിടെ അടുത്ത് തന്നെയാണ്. അപ്പം അവിടെ രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഭൂമിക്കടിയിൽ നിന്ന് ചെറിയ സ്ഫോടനം, ചെറുതല്ല വലിയ സ്ഫോടനം സൗണ്ട് കേട്ടുള്ള രീതിയിൽ ന്യൂസൊക്കെ ഉണ്ട്. അപ്പം അവിടെ അമ്പലവയൽ ആ ഭാഗത്തേക്കാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്കൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതിൻ്റെ ന്യൂസൊക്കെ ടി വിയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കാക്കിങ്ങനെ വിളിച്ചിരുന്നു രാവിലെ. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്കൊക്കെ അത് നല്ലോണം ബാധിക്കും. അമ്പലവയൽ ഞങ്ങളെ കുറച്ച് അടുത്താണ്. അതുപോലെ തന്നെ എടക്കൽ ഗുഹ അതൊക്കെ ഞങ്ങളെ അടുത്ത ഭാഗങ്ങളാണ്. അപ്പോൾ അവിടേക്കൊക്കെ എന്തെങ്കിലും ഇതായാലും ഞങ്ങൾ എങ്ങോട്ടേക്കും അത് നല്ലോണം ബാധിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ ഷോക്കിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് കേട്ടോ. അപ്പോൾ കാരണം ഒരു ഷോക്ക് കഴിഞ്ഞ് ഒരു സംഭവം കഴിഞ്ഞ് അതിൻ്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴേക്ക് ഇത് ഇന്നിപ്പോൾ രാവിലെ കേട്ടപ്പോൾ അതിന് വലിയ ഷോക്കായി. അപ്പോൾ ഇവരും ദുആ ചെയ്യുക. അപ്പോൾ നമ്മൾ അമ്പലവയൽ ഭാഗത്തുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഒഴിപ്പിക്കാനുള്ള, അവരുടെ പ്രദേശവാസികളൊക്കെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു ടെൻഷനിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഏത് സമയം എന്തുള്ള രീതിയിലാണ് ഇപ്പോൾ ന്യൂസിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പരിശോധന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിപ്പോൾ അവിടെ നല്ലതായാലും ഞങ്ങൾ അങ്ങോട്ട് കൂടുതലും ബാധിക്കും. അപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും, ഞങ്ങൾ ഈ ഭാഗത്തുള്ള എല്ലാവരും ഇപ്പോൾ അതൊരു വലിയൊരു ഷോക്കിലിപ്പോൾ നിൽക്കുകയാണ്. കാരണം ഞങ്ങളവിടെ തന്നെ ആ മേപ്പാടി അതിപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങളവിടെ അടുത്ത് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഏത് സമയം എന്തോ ഉള്ള രീതിയിൽ. അപ്പം എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അപ്പം ന്യൂസൊക്കെ കാക്കിട്ടപ്പോൾ വായിച്ചപ്പോൾ ഫുള്ള് ബേജാറായി. അപ്പം ഇനി എന്താണ് തീരുമാനം, ഇനിയിപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ടുള്ള ആൾക്കാർ ഒഴിച്ചു മാറ്റുമോ ഒഴിപ്പിക്കുകയോ ഒന്നും അറിയില്ല. അപ്പം പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. എന്താ ഇപ്പോൾ പറയുക, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അവിടെയുള്ള അമ്പലവയൽ സ്കൂളൊക്കെ അവധി കൊടുത്തതാണ്. കുറച്ച് ദിവസത്തേക്ക് അവധി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ വേഗം ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടക്കൽ ഗുഹ പരിസരത്ത് നിന്ന് വലിയ ശബ്ദത്തിൽ അത്രയും മുഴക്കാണ് കേട്ടത് ഒക്കെ ന്യൂസിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. ഒരാളെന്തായാലും വഴി തങ്ങൂല എന്നാണല്ലോ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അപ്പം എന്താ ഇപ്പോൾ ന്യൂസിലൊക്കെ ഫുള്ളായിട്ടുണ്ട്. വയനാട് ഭൂചലനം, ആളുകളെ മാറ്റി പാർപ്പിക്കാൻ നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസൊക്കെ ഉണ്ട്. അമ്പലവയൽ വലിയ മുഴക്കം കേട്ടോന്നും, പിന്നെ സമീപത്തെ സ്കൂൾ അവധി നൽകി, അങ്ങനെ പല ന്യൂസുകൾ ഇപ്പോൾ ടി വിയിൽ കാണുന്നുണ്ട്. അപ്പോൾ കാക്ക നമുക്ക് വാട്സപ്പിൽ ഇട്ടൊന്നാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ട് സംഗതി. അപ്പോൾ എല്ലാവരും അത് ഭയങ്കര ബേജാറിലാണ്. സമയം എന്തും നടക്കാനുള്ള രീതിയിലുള്ള വലിയ ടെൻഷനിലാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട്. എല്ലാവരും ദുആ ചെയ്യുക. ഇനിയിപ്പോൾ മേപ്പാടിയൊക്കെ ഒരു അവസ്ഥ ഇനി ഒരു സ്ഥലത്ത് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം അതിന് പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യുക. ഇതേ പറയാനുള്ളൂ, ദുആ ചെയ്യുക, അല്ലാണ്ട് നമ്മൾ വേറെ വഴിയില്ലല്ലോ. ഇപ്പം ഭൂചലനം അതും വലിയ ശബ്ദം, ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദത്തോടെ കേട്ട്. അതുപോലെ തന്നെ ആ ഭാഗത്ത് നമ്മളെ എടക്കൽ ഗുഹ ആ ഭാഗത്ത് വിറയൽ അങ്ങനെ എന്തോ ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ ടെൻഷനിലാണ്, വലിയ ഷോക്കായിപ്പോയി. പെട്ടെന്ന് കാക്ക വിളിച്ചിങ്ങനെ സൂചന ഉണ്ട്, ന്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അതേ ഉള്ളൂ പറയാൻ. ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ കാക്കു ഇട്ട് തന്ന ന്യൂസ് കണ്ടപ്പോൾ
ഇത് തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇനിയിപ്പം മുന്നോട്ടുള്ള ന്യൂസ് കണ്ടാലേ അറിയുള്ളൂ. പരിശോധനയൊക്കെ നടക്കുന്നുണ്ടെന്ന് ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഇപ്പം ഇനി അറിയണമെങ്കിൽ ഇനിയിപ്പോൾ കാക്കുനോട് ചോദിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.